മെക്സിക്കോ സിറ്റി സ്റ്റേഡിയത്തിൽ ലോകകപ്പ് ആവേശം വാനോളം ഉയർന്ന ആദ്യ മത്സരത്തിൽ ആതിഥേയർക്ക് ആദ്യ വിജയം. പോരാട്ടവീര്യം അതിരുകടന്ന മത്സരത്തിലെ ഫൗളുകളുടെയും റെഡ് കാർഡുകളുടെയും അതിപ്രസരം മെക്സിക്കൻ വിജയത്തിന്റെ മാറ്റുകുറച്ചു. കളിയിലുടനീളം ആധിപത്യം സ്ഥാപിച്ച മെക്സിക്കോ 2-0 ദക്ഷിണാഫ്രിക്കയെ തകർത്തത്. 9-ാം മിനിറ്റിൽ യൂലിയൻ ക്വിനോണസ്, 67-ാം മിനിറ്റിൽ റൗൾ ഹിമനസ് എന്നിവരാണ് ആതിഥേയർക്കായി വല കുലുക്കിയത്. ദക്ഷിണാഫ്രിക്കൻ ഗോൾ കീപ്പർ റോൺവൻ വില്യംസ് നൽകിയ പാസ് സ്വീകരിക്കുന്നതിൽ സ്പെഫലോ സിത്തോലെ വരുത്തിയ പിഴവ് മുതലെടുത്താണ് ക്വിനോണസ് ഈ ലോകകപ്പിലെ ആദ്യ ഗോൾ സ്വന്തം പേരിൽ കുറിച്ചത്. രണ്ടാം പകുതിയിൽ റൗൾ ഹിമനസ് ഹെഡറിലൂടെ മെക്സിക്കോയുടെ ലീഡ് ഉയർത്തി. ആദ്യ പകുതിയിൽ മെക്സിക്കോയുടെ തുടർച്ചയായ 2 ഗോൾ അവസരങ്ങൾ ഗോൾ കീപ്പർ തട്ടിയകറ്റിയത് ആഫ്രിക്കൻ കൊമ്പന്മാരുടെ വീഴ്ചയുടെ ആഘാതം കുറച്ചു. ഉദ്ഘാടന മത്സരത്തിൽ തന്നെ 3 താരങ്ങളാണ് റെഡ് കാർഡ് കണ്ട് പുറത്തായത്. മെക്സിക്കോയുടെ ബ്രയൻ ഗുട്ടറസിനെ വീഴ്ത്തിയതിന് 49-ാം മിനിറ്റിൽ ദക്ഷിണാഫ്രിക്കയുടെ സ്പെഫലോ സിത്തോലെയാണ് ആദ്യം റെഡ് കാർഡ് കണ്ട് പുറത്തായത്. 80-ാം മിനിറ്റിൽ ഫൗൾ പ്ലേക്ക് തെമ്പ സ്വായിനെയും റെഡ് കാർഡ് കണ്ട് പുറത്തായി. ഇതോടെ 9 പേരായി ദക്ഷിണാഫ്രിക്ക ചുരുങ്ങി. ഇഞ്ചുറി ടൈമിൽ മെക്സിക്കോയുടെ സെസാർ മോണ്ടസിനും റെഡ് കാർഡ് ലഭിച്ചു. ലോകകപ്പ് ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഉദ്ഘാടന മത്സരത്തിൽ റെഡ് കാർഡ് വിധിക്കേണ്ടി വന്നത്. ലോകകപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡോടെ എത്തിയ 17-കാരൻ ഗിൽബെർട്ടോ മോറ ഉദ്ഘാടന മത്സരത്തിൽ തന്നെ തന്റെ ലോകകപ്പ് അരങ്ങേറ്റം കുറിച്ചു എന്നതും ശ്രദ്ധേയമായി. 16 വർഷം മുൻപ് ജൂൺ 11 ദക്ഷിണാഫ്രിക്കയിലെ ജോഹനസ്ബർഗ് സോക്കർ സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിൽ ഇതേ ടീമുകളാണ് പോരാടിയതെന്ന യാദൃച്ഛികതയുമുണ്ട്. അന്ന് ഇരു ടീമുകളും സമനിലയിലാണ് പിരിഞ്ഞത്. TCV തൃശൂർ.